പ്രതികൂല കാലാവസ്ഥയുള്ള സാഹചര്യത്തിൽ സ്കൂൾ ജൂൺ 2-ന് തുറക്കുന്ന വിഷയം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ തുറന്ന് ഒരാഴ്ചയ്ക്കകം പാചക തൊഴിലാളികളുടെ കുടിശ്ശിക തീർക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ലഭിച്ചാലേ പാചക തൊഴിലാളികളുടെ വേതന വിഷയം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. സ്വരാജ് വന്നതോടെ നിലമ്പൂരിൽ ഇടതുപക്ഷം ജയിക്കുമെന്നും ഉറപ്പായി. UDFിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ വിള്ളലുണ്ടാകാൻ പോകുകയാണ് എന്നും സ്വരാജ് നല്ല വായനയുള്ള ആളും രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന നേതാവാണ് എന്നും പറഞ്ഞിരിക്കുകയാണ്. ആ നാടിന് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ അഭിമാനമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. ചില അധ്യാപക സംഘടനകൾ തന്നെയാണ് ഇതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് ഹൈസ്കൂൾ സമയക്രമത്തിലെ മാറ്റം സംബന്ധിച്ചും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം 110 ദിവസവും 120 ദിവസവും തീരുമാനിച്ചിരുന്നു. പിന്നാലെ അത് കൂടിപ്പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് അധ്യാപക സംഘടനകളാണ്. പിന്നാലെ കോടതിയുടെ നിർദ്ദേശപ്രകാരം കമ്മീഷനെ നിയോഗിക്കുകയായിരുന്നു. ആ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടാണ് ഇന്നലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞതനുസരിച്ച് സമയം ക്രമീകരിക്കാനാണ് രാവിലെയും വൈകിട്ടും അധിക സമയം കൂട്ടിച്ചേർക്കുക. ഒരു സ്കൂളിൽ LPയും UPയും ഹൈസ്കൂളും ഒരുമിച്ചുള്ളതിനാൽ സമയക്രമത്തിൽ പ്രായോഗികമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നും ആലോചിക്കണം. അതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് റിപ്പോർട്ട് നൽകിയവരുമായി തന്നെ ചേർന്ന് ആലോചിക്കും. കോടതി 10-ാം തീയതിക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നും അത് നൽകുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്.